മണിവിള വിശുദ്ധ അന്തോണീസ് കുരിശടി തിരുനാൾ ആഘോഷിച്ചു. പൂജ്യം പിതാവിന്റെയും സുനുവാം ശ്രീയേശുനാഥന്റെയും ദിവ്യാത്മാവിന്റെയും നാമത്തിൽ നിത്യപിതാവായ ദൈവത്തിൻ സ്നേഹവും ക്രിസ്തുനാഥന്റെ കൃപാവരവും ജീവൽപ്രദായകൻ പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. മണിവിള അന്തോണീസ് കുരിശടിയുടെ തീർത്ഥാടന തിരുനാൾ ആഘോഷിച്ചു. 5 ദിവസങ്ങളിലായാണ് തീർത്ഥാടനം ക്രമീകരിച്ചത്. തീർത്ഥാടന ദിവസങ്ങളിൽ നെയ്യാറ്റിൻകര, തിരുവനന്തപുരം രൂപതകളിലെ വിവിധ വൈദികർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. തിരുനാളിന്റെ ആരംഭ ദിവസത്തിൽ അടിമലത്തുറ ഇടവക വികാരി ഫാദർ ആൻഡ്രൂ ഡിക്സൺ മുഖ്യ കാർമ്മികനായിരുന്നു. ഫാദർ വിക്ടർ എവരിസ്റ്റാണ് വചന സന്ദേശം നൽകിയത്. തീർത്ഥാടന ക്രമീകരണങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോസഫ് രാജേഷ് നേതൃത്വം നൽകി. ഒരു കൊച്ചു സംഭവം പറയാം. സംഭവം ഇപ്രകാരമാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ക്യാൻസർ ബാധിച്ച് തൻ്റെ മരണശയ്യയിൽ കിടക്കുകയാണ്. മരണശയ്യയിൽ കിടക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായി ഈ കുഞ്ഞിന് ഇനി അധികം ആയുസ്സില്ല എന്ന്. എല്ലാവരും ദുഃഖത്തോടുകൂടി ഈ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ കട്ടിലിന് ചുറ്റും കൂടി നിൽപ്പുണ്ട്. എല്ലാവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുമുണ്ട്. പെട്ടെന്ന് തന്നെ മരണശയ്യയിൽ കിടക്കുന്ന ഈ ക്യാൻസർ ബാധിച്ച കുഞ്ഞ് തൻ്റെ അമ്മയെ ആംഗ്യഭാഷയിൽ അടുത്തേക്ക് വിളിപ്പിച്ചു. ഓരോ നേരമാകുമ്പോഴും ഓരോ കാലത്തിനുമനുസരിച്ച് പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുവാനായിട്ട് അമ്മ എന്നെ പഠിപ്പിച്ചു. എൻ്റെ ചുണ്ടുകളിൽ ലിപ്സ്റ്റിക്ക് വരപ്പിക്കുവാൻ അമ്മ പഠിപ്പിച്ചു. തല ബോബ് ചെയ്യുവാനും അമ്മ എന്നെ പഠിപ്പിച്ചു. പിന്നെ എന്താണമ്മേ നന്നായിട്ടൊന്ന് മരിക്കുവാൻ വേണ്ടിയിട്ട് അമ്മ എന്നെ പഠിപ്പിക്കാത്തത്? പിന്നെ എന്താണമ്മേ നന്നായിട്ട് ഒന്ന് മരിക്കുവാൻ വേണ്ടിയിട്ട് അമ്മ എന്നെ പഠിപ്പിക്കാത്തത്? സ്നേഹം നിറഞ്ഞവരെ, കൊന്നു കൊല വിളിച്ചു ഭാവി സുഭദ്രമാക്കുവാൻ വേണ്ടിയിട്ട് ഏത് വഴിയും എന്ത് വഴിയും സ്വീകരിച്ചുകൊണ്ട് മക്കളുടെ ഭാവിയാകട്ടെ സ്വന്തം ഭാവിയാകട്ടെ ഏത് വഴിയും ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടിയിട്ട്
നെട്ടോട്ടമോടുന്ന ഒരു കൂട്ടം ജനസമൂഹമാണ് എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഇന്ന് പരക്കം പായുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നാം ഇന്ന് മുതൽ നമ്മുടെ വിശുദ്ധ അന്തോനീസ് പുണ്യവാളന്റെ തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിക്കുക. അമരവിള വിശുദ്ധ അന്തോണീസ് ദേവാലയത്തിൽ തിരുനാൾ സമാപിച്ചു. അമരവിള വിശുദ്ധ അന്തോണീസ് ദേവാലയത്തിൽ തിരുനാൾ സമാപിച്ചു. സമാപന ദിവ്യബലിക്ക് ഫാദർ ലെനിൻ ഫെർണാണ്ടസ് നേതൃത്വം നൽകി. ശനിയാഴ്ച നടന്ന സന്ധ്യാവന്ദന പ്രാർത്ഥന നെല്ലിമൂട് ഇടവക വികാരി ഫാദർ ഷാജി ഡി സാവിയുടെ നേതൃത്വത്തിൽ നടന്നു. ദൈവം എല്ലാ സൃഷ്ടികളും നടത്തിയത് ശൂന്യതയിൽ നിന്നായിരുന്നു. അത് വലിയ അത്ഭുതമായി എന്നും എന്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ വച്ചപിടിച്ചു. വീണ്ടും ആഴങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ദൈവവചനമായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് അത്ഭുതങ്ങളുടെ പ്രത്യേകത, എന്താണ് അത്ഭുതത്തിന്റെ സവിശേഷതകൾ. ജോബിന്റെ പുസ്തകത്തിൽ നാം കാണുന്നു മഹാപ്രതാപവാനായ ജോബ്. ജീവിതത്തിൽ എല്ലാ സമൃദ്ധിയും, എല്ലാ സ്വത്തുവകകളും, അതുപോലെ തന്നെ എല്ലാ ആഡംബര വസ്തുക്കളും, മക്കളും എല്ലാം വളരെ സുഭിക്ഷമായി അവന്റെ ജീവിതത്തിൽ ലഭിച്ചിരുന്നു. എന്നാൽ പൈശാചികന് ഒരു ബുദ്ധി തോന്നി അവനെ ഒന്ന് പരീക്ഷിച്ചു കളയാൻ. ദൈവവുമായി അവൻ കരാറുപെട്ടു. ഞാൻ അവനെ പരീക്ഷിക്കുവാൻ പോവുകയാണ് എന്നതിന് സമമാണ്. തുടർന്ന് ഭക്തി നിർഭരമായ തിരുസ്വരൂപ പ്രദക്ഷിണമുണ്ടായിരുന്നു. മംഗലത്തുകോണം വിശുദ്ധ അലോഷ്യസ് ദേവാലയത്തിൽ തിരുനാൾ ആരംഭിച്ചു. ആയുസേകിയ ദൈവമേ, നിൻ ആഗ്രഹങ്ങൾ പോലെ ഞാൻ നീ തരുന്നോരനുഭവങ്ങൾ ഏറ്റുവാങ്ങി വളർന്നിടാം. എൻ്റെ പ്രാണൻ നീറുകിൽ വരണമേ അരികിൽ, നിന്റെ സ്നേഹം മാത്രമെൻ മനസ്സിനാശ്വാസം. ആയുസേകിയ ദൈവമേ, നിൻ ആഗ്രഹങ്ങൾ പോലെ ഞാൻ നീ തരുന്നോരനുഭവങ്ങൾ ഏറ്റുവാങ്ങി വളർന്നിടാം. ആഴമേറിയ സ്നേഹം
നൽകി കാത്തൊരു മനയെ കൊതി തീരെ കാണും മുൻപേ മോക്ഷം പൂകാൻ പോയവരെ സർവസംപൂജ്യൻ പിതാവിന്റെയും സൂര്യവംശേശ്വനാഥന്റെയും ദിവ്യാത്മാവിന്റെയും നാമത്തിൽ നിത്യപിതാവായ ദൈവത്തിൻ സ്നേഹവും ക്രിസ്തുനാഥന്റെ കൃപാകരവും ജീവപ്രദായകൻ പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പത്ത് ദിനങ്ങൾ തിരുനാളിന്റെ ദിവസങ്ങളായി നാം ചെലവഴിക്കുകയാണ്. അതിന്റെ പ്രാരംഭം കുറിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി നാം പതാക ഉയർത്തി ഇതാ തിരുസന്നിധിയിൽ അണഞ്ഞുകൊണ്ട് പ്രാരംഭ തീയതിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മംഗലത്തുകോണം വിശുദ്ധ അലൂഷ്യസ് ദേവാലയത്തിൽ തിരുനാൾ ആരംഭിച്ചു. ലില്ലിപ്പൂവിനേക്കാൾ വെണ്മയും തൂമഞ്ഞിനേക്കാൾ നൈർമല്യവും പേറി വിശുദ്ധിയുടെ നർമ്മണം പരത്തിക്കൊണ്ട് ദേശത്തെയും ദേശവാസികളെയും അനുഗ്രഹിക്കാൻ വിശുദ്ധരുടെ സഹായം തിരുനാൾ വഴി ഉണ്ടാകുന്നു എന്ന് ഇടവക വികാരി ഫാദർ ജോസ് വയലിൻ തന്റെ സന്ദേശത്തിൽ അറിയിച്ചു. തിരുനാളിന്റെ ആരംഭ ദിവ്യബലിക്ക് നെയ്യാറ്റിൻകര രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജി ക്രിസ്തുദാസ് നേതൃത്വം നൽകി. വചന സന്ദേശത്തിന് ഫാദർ ജോസഫ് അഗസ്റ്റിൻ നേതൃത്വം നൽകി. നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തില് 6 കൽഭരണികളാണ് ഉണ്ടായിരുന്നത്. ഈ കൽഭരണികളില് വെള്ളം നിറയ്ക്കുവാനായിട്ട് ക്രിസ്തു ആവശ്യപ്പെട്ടു. വക്കോളം വെള്ളം നിറച്ചു എന്നും സുവിശേഷത്തില് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം അത് മേൽത്തരം വീഞ്ഞായിട്ട് ക്രിസ്തുവിന്റെ സ്പർശനത്തോടുകൂടി മാറുകയാണ്. ആദ്യം ശേഖരിച്ചത് വെള്ളമായിരുന്നു. പിന്നീട് അത് വീഞ്ഞായിട്ട് മാറി. ക്രിസ്തു ഒരിക്കൽ കൂടി തൊട്ടുകഴിഞ്ഞാൽ ഈ വീഞ്ഞ് ക്രിസ്തുവിന്റെ രക്തമായിട്ട് പിന്നീട് മാറും. അപ്പോൾ ദൈവികമായിട്ടുള്ള സ്പർശനം ഏറ്റുവാങ്ങുമ്പോഴും ഭൗതികമായിട്ടുള്ള വസ്തുക്കൾക്ക് വരെ മാറ്റം സംഭവിക്കുകയാണ്. അങ്ങനെ വെള്ളം വീഞ്ഞായി, വീഞ്ഞ് രക്തമായിട്ടും മാറുന്നു. ക്രിസ്തുവിന്റെ മുൻപിൽ കൊണ്ടുവച്ചത് 6 കൽഭരണികളിൽ നിറയെ, വക്കോളം നിറയെ വെള്ളമായിരുന്നു.